السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ജംഇലെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ സഹപാഠികളെ 90ാമത്തെ ക്ലാസ്സാണ് ഇന്ന് അൽഹംദുലില്ലാ നടക്കാൻ പോകുന്നത്. വബില്ലാഹി തൗഫീഖ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തർജീഹാത്തുകളാണല്ലോ. തർജീഹ് അതെങ്ങനെയെല്ലാം ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ചർച്ച. മസ്അലത്ത്, ഇതൊരു മസ്അലയാണ്. യുറജ്ജഹു, രണ്ട് ദലീലിൽ നിന്ന് ഒന്നിനെ എന്താക്കാം? റാജിഹാക്കപ്പെടാം. ബിഉലൂവിൽ ഇസ്നാദി, ഇസ്നാദിന്റെ ഉലൂബ് കൊണ്ട്. ഇസ്നാദിന്റെ ഉലൂബ് എന്ന് പറഞ്ഞാൽ പരമ്പര ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഇസ്നാദ്. ആ ഇസ്നാദ് ഉയർച്ച ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? പിന്നെ തർജീഹാക്കാം എന്ന് പറഞ്ഞ ഖില്ലത്തിൽ വസാഇതി ബൈന റാബിലിൽ മുജ്തഹിദി വ ബൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി തങ്ങൾക്കിടയിലും മുജ്തഹിദിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന റാവിക്കിടയിലും ബന്ധം കുറവ്. അങ്ങനെ വരുമ്പോൾ ആ ഇസ്നാദിന്റെ ഒലുവ്, ആ ഇസ്നാദിന്റെ ഒലുവ് എന്ന് പറഞ്ഞാൽ ഖില്ലത്തിൽ വസായിത്ത് എന്ന്. അത്തരം വസീത്തുകളെ കൊണ്ട് കുറവുണ്ട് എന്നതുകൊണ്ട് എന്താക്കപ്പെടാം? രണ്ടിൽ ഒന്നിനെ റാജിയാക്കപ്പെടാം. ഫിഖ്ഹിർ റാവി, ഇനി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയുടെ അറിവ്. ലുഗത്തിഹി, അദ്ദേഹത്തിന്റെ ഭാഷ. നഹവിഹി, അതുപോലത്തത് കൊണ്ടൊക്കെ എന്ത് ചെയ്യാം? റാജിയാക്കപ്പെടാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ലിഖില്ലത്തി ഇഹ്തിമാൽ ഖത്ഇ മാ വാഹിദിൻ മിനൽ അർബഅ, ഇവിടെ പറഞ്ഞ 4 ഇവന് ഏതെങ്കിലും ഒന്നോടുകൂടെ പിഴവുണ്ടാവുക എന്ന ഇഹ്തിമാൽ കുറവല്ലേ? ബിൻ നിസ്ബത്തി ഇലാ മുഖാബലാത്തിഹ, ഈ 4 മുഖാബലകളെ ചേർത്തി നോക്കുമ്പോ ഈ 4 നിന്ന് ഏതെങ്കിലും ഒന്നോടുകൂടെ ഹത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ കുറവാണല്ലോ. ഉലൂവ്, ഫിഖ്ഹ്, ലുഗത്ത്, അതുപോലത്തെ നഹ്വ്. നഹ്വിഹി, അദ്ദേഹത്തിന് നഹ്വ് നഹ്വ് ശരി, നഹ്വിഹി എന്നല്ല നഹ്വ്. അപ്പൊ അദ്ദേഹത്തിന്റെ നഹ്വിനെ കുറിച്ചുള്ള അറിവ്, ഭാഷ, ഫിഖ്ഹ്, ഉലൂവുൽ ഇസ്നാദ്, ഈ 4 ഉണ്ടാകുമ്പോ ഇതില് അത് 4 മുഖാബല കൊള്ള ചേർത്തി നോക്കുമ്പോ പിഴവ് വരാൻ കുറവായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ റാജിയാക്കാൻ പറ്റും എന്ന് പറയുന്നത്. വറഇഹി, അദ്ദേഹത്തിന്റെ സൂക്ഷ്മത. വളബ്തിഹി, അദ്ദേഹത്തിന്റെ ക്ലിപ്തമായുള്ള രീതി. ഫത്വനതിഹി, അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മത. വലോ റുവിയൽ ഖബറുൽ മർജൂഹ്, മർജൂഹായ ഖബറിനെ, ഹദീസിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും, ബിൽ ലഫ്ള് കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും ശരി, അദ്ദേഹത്തിന്റെ ബുദ്ധി, ക്ലിപ്തമായ ജീവിതം, സൂക്ഷ്മത. വറാജിഹു ബിവാഹിദിൻ മിമ്മാ ദുക്കിറ ബിൽ മഅന, ഈ പറയപ്പെട്ടതെന്ന് ഒന്നുകൊണ്ട് മഅന കൊണ്ട് റാജിയായി. ഈ പറയപ്പെട്ടതിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് റാജി മഅന കൊണ്ടാണ്. ലഫ്ള് കൊണ്ട് മർജൂ റിപ്പോർട്ട് ചെയ്താലും റാജി മഅന കൊണ്ടാണ്. ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്നുകൊണ്ട് ഇങ്ങനെ റാജിയാക്കപ്പെടാം. വയഖ്ളദിഹി വഅദ്മി ബിദ്അത്തിഹി, അദ്ദേഹത്തിന്റെ ഉണർവ്, അതുപോലെ ആ റാവിയുടെ ബിദ്അത്ത് ഇല്ലായ്മ, പുത്തനാശയൊന്നുമില്ല, അത്തരം കാര്യങ്ങളെ കൊണ്ടും റാജിയാക്കപ്പെടും. അതെങ്ങനെയാ ബിദ്അത്തില്ലാതിരിക്കല്? അത് ബിഅയ്യകൂന ഹസനുൽ ഇഅ്തിഖാദി, നല്ല വിശ്വാസം ഉണ്ടാവുക, അതിന്റെ ബിദ്അത്തില്ലാതിരിക്കാന്ന് പറഞ്ഞത്. വശുഹുറത്തി അദാലത്തിഹി, റാവിയുടെ നീതിയുടെ പ്രചാരം. ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ റാജിയാക്കാം. അദാലത്തിന്റെ ശുഹറത്ത് നിഷിദ്ധത്തിൽ വസൂഖ് ബിഹി, ഈ അദാലത്ത് കൊണ്ട് എന്തുണ്ട്? വസൂഖ്, ഉറപ്പ്, അത് ശക്തമാണല്ലോ. മഅ വാഹിദിൻ മിന സിത്തത്തി ബിനിസ്ബത്തി ഇലാ മുഖാബലാത്തിഹ, ഇവയുടെ മുഖാബലയുള്ള ചേർത്തി നോക്കുമ്പോൾ ഈ 6 ഒന്നോടുകൂടെ നീതി,
ആ നീതിയുടെ ഉറപ്പ് വലിയ ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ടാ പറ്റും പറഞ്ഞത്. ആറിനേത് ഫത്വനത്ത്, യഖലത്ത്, അനൂബിദഅത്ത്, ശുഹറത്ത്, ഇങ്ങനെ 6 വകൗനിഹി മുസക്ക ബിൽ ഇഖ്തിബാരി മിനൽ മുജ്തഹിദി, റാവിയാവുക, മുസക്ക സംശുദ്ധമാക്കപ്പെട്ടവനാവുക, ബിൽ ഇഖ്തിബാരി മിനൽ മുജ്തഹിദി ഒരു ഗവേഷണ പണ്ഡിതനിൽ നിന്ന് പരിശോധിച്ചിട്ട് മനസ്സിലായ ശുദ്ധനാണെന്ന് ഇങ്ങനെയാവല് കൊണ്ടും രാജിയാക്കപ്പെടാൻ പറ്റും. അപ്പൊ യുറജ്ജഹു അലൽ മുസക്ക ഇന്ദു ബിൽ ഇഖ്ബാർ, വർത്തമാനം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പരിശുദ്ധമാക്കപ്പെട്ട ഒരാളെ കിട്ടി വീറ നൽകിയിട്ട് അതിനേക്കാൾ മുജ്തഹിദിന്റെ ഇഖ്തിബാർ പ്രകാരം തന്നെ ഒരാൾ മുസക്കയാണെങ്കിൽ ആ ആളെ മുന്തിക്കപ്പെടും. കാരണം അന്നൽ മുആയനത അഖ്വ മിനൽ ഖബർ, ഒന്ന് നേർക്കുനേരുള്ള അറിവാണ് പരിശോധിച്ചിട്ട്, മറ്റത് വിവരണങ്ങളിൽ കിട്ടിയ അറിവുള്ളൂ വർത്തമാനത്തിന്. അപ്പൊ വർത്തമാനം കൊണ്ട് കിട്ടിയതിനേക്കാൾ ശക്തം നേരിട്ട് അറിവിച്ച ഇഖ്തിബാർ കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഇഖ്തിബാർ കൊണ്ടുള്ള മുസക്കയെ മുന്തിക്കപ്പെടും എന്ന് പറയുന്നത്. അപ്പൊ അത് രാജിയാക്കും. അല്ലെങ്കിൽ ഔ അക്സറ മുസക്കൈനി, 2 തസ്കിയത്ത് നൽകപ്പെട്ടവർ അധികം, 2 അധികം ആയി വരിക. മഅറൂഫൻ നസബി, നസബ് അറിയപ്പെട്ട, തറവാട് അറിയപ്പെട്ട ആളായിരിക്കുക. അപ്പൊ 2 മുസക്കയുണ്ട്. 2 മുസക്കയിൽ ആരാണോ കൂടുതൽ മുസക്കയെ നിൽക്കുന്നത് അയാൾ മുന്തിക്കും. അപ്പൊ രാജിയാക്കപ്പെടും. തറവാട് അറിയപ്പെട്ട ആളും അങ്ങനെ തന്നെ. കീൽ അവിടെ പറയപ്പെട്ടിട്ടുണ്ട് മശൂറവും, തറവാട് മശൂറുവാണെന്നില്ല. എന്തുകൊണ്ട്? സിദ്ധത്തിൽ വസൂഖി ബിഹി, അതുകൊണ്ടുള്ള ഉറപ്പ് ശക്തമായതിന് വേണ്ടി. വശുഹറത്തു, ഷുഹറത്തി എന്നുള്ളത് സിയാദത്തു ബിൽ മാരിഫത്തി, അറിയുന്ന കാര്യത്തിൽ നിന്ന് കൂടുതൽ കൂടിയാണല്ലോ പ്രചാരം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവണം, നല്ലതല്ലേ എന്നുള്ള അർത്ഥ. എങ്കിൽ അശക്കു, ബലപ്പെട്ട അഭിപ്രായത്തിൽ ലാ തർജീഹ ബിഹ, ഷുഹറത്ത് എന്നൊരു നിലപാട് വെച്ചിട്ട് എന്തില്ല, ഒരു പരിഗണനയൊന്നും ഇല്ല, രാജിയാക്കലുമില്ല. ഇനി തസ്കിയത്ത് പച്ചയിലുണ്ട്, വ്യക്തമായി അങ്ങനെ വരികയാണെങ്കിലോ എന്നാ അതിനെ മുന്തിക്കപ്പെടും. അലൽ ഹുക്മി ബി ഷഹാദത്തിഹി, അവന്റെ ഷഹാദത്ത് കൊണ്ടുള്ള വിധിയേക്കാൾ അമലി ബി റിവായത്തിഹി, അദ്ദേഹത്തിന് റിപ്പോർട്ടുള്ള അമല്, ആ റിപ്പോർട്ടുള്ള അമല് പ്രകാരമുള്ള അമലും ഷഹാദത്ത് കൊണ്ടുള്ള വിധിയും അതിനേക്കാളൊക്കെ വ്യക്തമായ തസ്കിയത്തുണ്ടെങ്കിൽ അതിനെയാണ് പരിഗണിക്കപ്പെടുക. അപ്പൊ യുഖദ്ദമു ഖബറു മൻ സ്വറഹ ബി തസ്കിയത്തിഹി, തസ്കിയത്ത് കൊണ്ട് വ്യക്തമായ ഒരാളുണ്ടെങ്കിൽ അയാളുടെ ഖബർ മുന്തിക്കപ്പെടും. അലാ ഖബരി മൻ, ഒരുത്തന്റെ ഖബറിനേക്കാൾ. ഹുക്കിമ ബി ഷഹാദത്തിഹി, അവന്റെ ഷഹാദത്ത് കൊണ്ട് വിധിക്കപ്പെട്ടു. വ ഖബരി, ഷഹാദത്ത് കൊണ്ട് വിധിക്കപ്പെട്ടു അവന്റെ ഖബറിനേക്കാളും. വ ഖബരി മൻ അമില ബി റിവായത്തിഹി ഫിൽ ജുംലത്തി, മൊത്തത്തിൽ അവന്റെ റിപ്പോർട്ട് കൊണ്ട് അവൻ അമൽ ചെയ്യുന്നു. അങ്ങനത്തെ അമൽ ചെയ്യുന്ന ആളുടെ ഖബറിനേക്കാളും ഷഹാദത്ത് കൊണ്ട് വിധിക്കപ്പെട്ട ആളുടെ ഖബറിനേക്കാളും നേരിട്ട് വ്യക്തമായ തസ്കിയത്തുണ്ടോ അയാളെ ഖബറാണ് ഉദ്ധിക്കപ്പെടുക. കാരണം ലിഅന്നൽ ഹുക്മ വൽ അമല, ഇവിടെ ഷഹാദത്തുള്ള ഹുക്കുമും അമലുകൊണ്ടും അമലും റിവായത്തുള്ള അമൽ നോക്കുമ്പോൾ രണ്ടും അത് യുബനയാനി, അത് രണ്ടിനെയും എടുക്കപ്പെടുക അലല്ലാഹിരി, ലാഹിറിന്റെ മേൽ എടുക്കപ്പെടുന്ന രണ്ടും. മീനുവായി തസ്കിയത്തിൽ, അവിടെ തസ്കിയത്തില്ല. അപ്പൊ തസ്കിയത്ത് ഉണ്ടാകുമ്പോൾ അതിനുള്ള മുൻഗണന, ആ നിലക്ക് അത് മുന്തിക്കും. വഹിഫുൽ മർവി, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ ഹിഫുല്, അതാണ് മുന്തിക്കപ്പെടുക. ഫയുഖദ്ദമു മർവിയിൽ ഹാഫിളി, അപ്പോ ലഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിനെ ഹിഫലാക്കിയാണ് ആ ഹാഫിദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഉണ്ടോ അതാണ് മുന്തിക്കപ്പെടുക. അലാ മർവിയും ലം യഹ്ഫദുഹു, ഹിഫ്ള് ആക്കാത്തവൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനേക്കാൾ മുന്തിക്കുക ഹാഫിദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെയാണ്. അതെന്താ? ലിഇത്നാഇൽ അവ്വലി ബി മർവിയിഹി, ആദ്യത്തെ ആള് റിപ്പോർട്ട് ചെയ്യലുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഹാഫിദിനെ മുന്തിച്ചത്. വദിക്രി സബബി, സബബിനെ പറയല്, ആ സബബിനെ പറയുക, ആ സബബിനെ പറയല് കൊണ്ടും രാജിയാക്കപ്പെടും. അപ്പോ
വയുഖദ്ദമുൽ ഖബറുൽ മുസ്തമിലു അല സബബി, കാരണത്തിന്റെ മേൽ ചുറ്റി വന്ന ഹദീസ് ഉണ്ടെങ്കിൽ, ഖബർ ഉണ്ടെങ്കിൽ അതിനെ മുന്തിക്കപ്പെടും. അലാ മാലൻ യസ്തമിൽ അലൈഹി, സബബിന്റെ മേൽ, കാരണത്തിന്റെ മേൽ ചുറ്റി വരാത്തതിനേക്കാൾ കാരണത്തിന്റെ മേൽ ചുറ്റി വന്ന ഖബറാണ് മുന്തിക്കപ്പെടുക. എന്താ കാരണം? ലിഹ്തിമാമി റാവിൽ അവ്വലി ബിഹി, ആ കാരണത്തോടുകൂടിയുള്ള അതിന്റെ മേൽ ചുറ്റി വന്ന ഖബർ ഉണ്ടല്ലോ, ആ ഖബറിനെ വളരെയധികം കരുതി ശ്രദ്ധിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ആളായതുകൊണ്ടാണ് അതെടുത്തത്. ദൂര കിതാബ, അപ്പൊ തഅ്വീലിനെയാണ് മുന്തിക്കപ്പെടുക അലൽ ഹിഫ്ളി, ഹിഫ്ളിനേക്കാൾ ദൂരൽ കിതാബത്തി, എഴുത്തില്ലാതെ എന്ന് പറഞ്ഞാൽ ഫയുഖദ്ദമു ഖബറുൽ മുഅവ്വിലി അലൽ ഹിഫ്ളി, ഹിഫ്ളിന്റെ പേരിൽ ചാരണം കൊള്ളപ്പെടുന്ന ഒരാളുണ്ട്. അത്തരം ചാരണം കൊള്ളപ്പെടുന്ന, ഹിഫ്ളുള്ള ചാരണം കൊള്ളപ്പെടുന്ന അയാളുടെ ഹദീസ് മുന്തിക്കും. ഫീമാ യർവിഹി, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതിൽ, അലാ ഖബറിൽ മുഅവ്വിലി അലൽ കിതാബത്തി, എഴുത്തിന്റെ മേൽ ചാരണം കൊള്ളുന്ന ആളുണ്ടാവും, അയാൾ എഴുതി റിപ്പോർട്ട് ചെയ്യുക. അതിനേക്കാൾ മനപ്പാടമാക്കിയിട്ട് ജീവിക്കുന്ന ഒരാളുണ്ടാവും, അയാൾ മുഅവ്വില്, ആ മുഅവ്വിലിന്റെ ഖബറ സ്വീകരിക്കുക. അത് ലിഇഹ്തിമാലി അൻ യുസാദ ഫി കിതാബിഹി ഔ യൻഖുസ മിൻഹു, എഴുത്തിന് സ്വീകരിക്കാതെ അയാൾ എഴുതിയതിൽ കൂടുതലായി വരാം, ചുരുക്കം വരാം, അതാ പ്രശ്നം. വഇഹ്തിമാൽ നിസിയാനി വൽ ഇജ്തിമാഇ ഫിൽ ഹാഫിളി, അപ്പൊ ഇവര് സംശയം ഹിഫ്ളുള്ള ആളിന് തിരിച്ചറിയാതെ വരാം, മറവുണ്ടാവാലോ. അത്തരം എഹ്തിമാലുകളൊക്കെ കല്ലതിമി, അത് ഇല്ലാത്തതുപോലെയാണ് എന്ന്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് തർജീഹാക്കാം. വളുഹൂറു ത്വരീഖി റിവായത്തിഹി, ഇനി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു വരുന്ന വഴികളുണ്ട്, ആ വഴിയുടെ ലുഹൂർ, അതേതുപോലെ കസ്സമായി, കേൾക്കുക, കേട്ട ഹദീസ് റിപ്പോർട്ട് ചെയ്യുക, അതൊരു വഴിയാ. ബിനിസ്ബത്തിൽ ഇജാസത്ത്, റിപ്പോർട്ട് ചെയ്യാൻ സമ്മതം കൊടുത്തു, അതിലേക്ക് ചേർത്ത് നോക്കുമ്പോ കേൾക്കും പോലെയാണ്. അപ്പൊ യുഖദ്ദമുൽ മസ്മൂഉ, കേട്ടിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഉണ്ടെങ്കിൽ അതാ മുന്തിക്കുക. അലൽ മുജാസ, സമ്മതം കിട്ടി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനേക്കാൾ. വഖദ് തഖദ്ദമ ദിക്റു തുർക്കി റിവായത്തി വ മറാത്തിബിഹാ ആഖിറുൽ കിതാബി സാനി, രണ്ടാം കിതാബ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റിൽ റിവായത്തിന്റെ വഴികളും അതിനുള്ളതായ സ്ഥാനമാനങ്ങളൊക്കെ പറച്ചിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നോക്കാം. ഇനി മറ്റൊരു വഴിയാണ് സമാഉഹു മിൻ ഗൈരി ഹിജാബിൻ, ഒരു മറയില്ലാതെ നേർക്കുനേരെ കേൾക്കുക, അത് മുന്തിക്കും. ഫയുഖദ്ദമുൽ മസ്മൂഉ മിൻ ഗൈരി ഹിജാബിൻ, മറയില്ലാതെ നേർക്കുനേരെ കേട്ടതിനെ മുന്തിക്കപ്പെടും. അലൽ മസ്മൂഇ മിൻ വറാഇ ഹിജാബിൻ, മറയുടെ പിന്നിൽ നിന്ന് കേട്ടത്, മറയുടെ പിന്നിൽ നിന്ന് കേട്ട ഹദീസിനേക്കാൾ മുന്തിക്കുക നേരിട്ട് കേട്ടതിനെയാണ്. കാരണം ലി അബ്ദിൽ അവ്വലി, ആദ്യത്തെ ആള് നിർഭയമുള്ളതാണ്, മിൻ തതറുഖിൽ ഖലലി ഫിസാരി, രണ്ടാമത്തെ ആളിൽ വരുന്ന പിഴവുകളുണ്ടല്ലോ, ഖലലുകൾ, ഇടർച്ചകളും പിഴവുകളൊക്കെ വരാം. അത്തരം പിഴവുകൾ വന്ന് മുട്ടുന്നതിനെ തൊട്ട് ആദ്യത്തെ ആൾ നിർഭയനാണ്. അതുകൊണ്ടാണ് നേർക്കുനേരെ കേട്ട ഹദീസിനെ മുന്തിക്കുക എന്ന് പറയുന്നത്. കൗനുഹു മിൻ അകാബിരി സ്വഹാബത്തി, സ്വഹാബാക്കളെ കൂട്ടത്തിൽ വലിയ പ്രമുഖര കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ റാവിയെങ്കിൽ അയാളെ മുന്തിക്കും. വയുഖദ്ദമു ഖബറു അഹദിഹിം, അപ്പൊ ഇവരിൽ ഒരാളുടെ ഖബറിനെ മുന്തിക്കപ്പെടാം. അലാ ഖബരി ഗൈരിഹി, ഇയാൾ അല്ലാത്ത മറ്റാൾ ഖബറിനേക്കാൾ. ഇയാൾ അക്ബറാണെങ്കിൽ ഇയാളെ മുന്തിക്കും. ആ എന്താന്ന് ചോദിച്ചാൽ ശിദ്ദത്ത് ദിയാനത്തിഹിം, ഈ അക്ബർ ഇവരുടെയൊക്കെ ദീൻ നല്ല ശക്തമാണല്ലോ, അതുകൊണ്ട് തന്നെയാ അക്ബർ, അതുകൊണ്ട് മുന്തിക്കണം അക്ബറുകളെ. വഖദ് കാന അലിയുൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു യുഹല്ലിഫു റുവാത്ത, റാവികളെ സത്യം ചെയ്യിപ്പിക്കും. വയഖ്ബലു റിവായത്ത് സിദ്ദീഖ്, സിദ്ദീഖികളുടെ റിവായത്ത് മഹാൻ സ്വീകരിക്കും. മിൻ വൈരി തഅലീബിൻ, സത്യം ചെയ്യിപ്പിക്കലില്ലാതെ. അപ്പൊ സിദ്ദീഖ് എന്ന് പറഞ്ഞ ആള് സ്വഹാബാക്കളെ ഏറ്റവും വലിയ ഉയർന്ന ആളുകളാ, അവരുടെയൊക്കെ റിപ്പോർട്ട് വേഗം സ്വീകരിക്കും. അതാണ് അലി റളിയല്ലാഹുവിന്റെ പതിവ്, അതിൽ തെളിവാ.
കൗനുഹു ദക്കറൻ, ഇനി ഈ റാവി ആണായിരിക്കലും റാജിയാക്കപ്പെടും. ഫയുഖദ്ദമു ഖബറു ദക്കരി അലാ ഖബറിൽ ഉൻസ, പെണ്ണ് റിപ്പോർട്ടായി വന്ന റാവിയത്തിന്റെ ഖബറിനേക്കാൾ റാവിയായ ആളുടെ ഖബറിനെ ബുദ്ധിക്കപ്പെടും. അവ പെണ്ണിനേക്കാൾ ആണ് ബുദ്ധിക്കപ്പെടണല്ലോ. അതാ കാരണം അന്നുഹു അൽബത്തു മിന്നാബിൽ ജുംലത്തി, മൊത്തത്തിൽ പെണ്ണിനേക്കാൾ ഏറ്റവും ഒന്നും കൂടി ക്ലിപ്തമുള്ളത് ആരാണ്? ആണല്ലേ. ആ നിലപാടില്ല. ഇന്നത്തെ വാദികൾ കേട്ടാൽ അവിടെയും സംഭരണമാണെന്ന് പറയും. അത് വേറെ വിഷയം. പോട്ടെ, അത് ഇടയ്ക്ക് പറയാണ്. എല്ലാ രംഗത്തും സ്ത്രീകളാണ് വരുന്നത്. അപ്പൊ ഇവിടെയും ഓർക്ക് മുൻഗണന നൽകുന്നവർ വാദിക്കും. അതിനിപ്പോ അള്ളാഹുത്താല സൃഷ്ടിച്ച പ്രകൃതി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ ഇല്ലാതെ ഉള്ളൂ. അതിനെതിരെ പോയാൽ പിന്നെ എന്ത് ചെയ്യാറ്. പോട്ടെ, ഖിലാഫുൽ ഉസ്താദി അബി ഇസ്ഹാഖിൽ ഇസ്ഫറായിനി, മൂപ്പര് പറഞ്ഞ അഭിപ്രായത്തിനെതിരാ. ഖാല, മൂപ്പര് പറഞ്ഞത് വഅൽബിയ്യത്തു ജിൻസി ദക്കർ, ദക്കർ ആണ്, ആണിന്റെ അൽബിയ്യത്ത് ഉണ്ടല്ലോ, ആണിന്റെ ക്ലിപ്തിയത്വം എന്ന് പറഞ്ഞ ജിൻസ ഇന്നമാ തുറ, അത് സൂക്ഷിക്കപ്പെടും. ഐസു ലഹറത്ത്, ആ ജിൻസിന്റെ ലബത്ത് ഫിൽ ആഹാദി, പറ്റപ്പെട്ടു വരുന്ന ഹദീസുകളിൽ എന്താണ് വരുമ്പോ ബാദിലല്ല, ആഹാദിന്റെ മൊത്തത്തില് വെളിവാക്കപ്പെടുന്നിടത്ത് എന്താവും അത് സൂക്ഷിക്കപ്പെടുന്നതാണ്. വലൈസ കദാലിക, എന്നാല് അങ്ങനെയല്ല. അങ്ങനെയല്ല എന്ന് പറഞ്ഞാല് ആ അൽബിയത്ത് ജമീഇൽ എത്തിക്കപ്പെട്ടിട്ടില്ല. അൽബിയത്ത് ബഅദുൻ നിസായിലുണ്ട്, ബഅദുൻ റിജാലിനെ കൂടാതെ ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഫഇന്ന കസീറൻ മിനൻ നിസായി, കാരണം സ്ത്രീകൾ അധിക പേരും അൽബത്തു മിൻ കസീരി മിനൻ റിജാലി, പുരുഷന്മാരിൽ അധിക പേരെക്കാളും അൽബത്ത് സ്ത്രീകളാണ് എന്നുള്ളതാണ് ഉസ്താദ് അബി ഇസ്ഹാഖിൽ ഇസ്ഫറായിയുടെ അഭിപ്രായം. ആ നിലക്ക് വരുമ്പോ അതാ ബുദ്ധിക്കാണ്, അൽബത്തായതുകൊണ്ടാണ്. സാലിസുക, മൂന്നാം കവല് യുറജഹു ദക്കറു, ദക്കറിനെ തന്നെ ബുദ്ധിക്ക, പക്ഷെ നിബന്ധന മിൻ ഗൈരി അഹ്കാമിൻ നിസായി, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിധികളിൽ ഒഴികെയാണ്. ഖിലാഫി അഹ്കാമിഹിന്ന, അവകൾക്കുള്ള വിധികൾക്കെതിരെ. കാരണം അന്നഹുന്ന അൽബത്തു ഫിഹ, അവരുമായി ബന്ധപ്പെട്ട വിധികൾ കൂടുതൽ പുരുഷന്മാരെക്കാൾ അൽബത്ത് അവരല്ലേ. അത് ഒഴിച്ച് ബാക്കി ഏതെല്ലാം ഉണ്ടോ അതിലാണ് പുരുഷന്മാരെ ബുദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത്. കൗരുഹു ഹുറൻ, ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആള് സ്വതന്ത്രനായിരിക്കണം. ഫയുഖദ്ദമു ഖബറുഹു, അപ്പൊ ഇയാളെ ഖബറാണ് ബുദ്ധിക്കുക. അലാ ഖബറിൽ അബിദി, ഒരു അടിമയുടെ ഖബറിനേക്കാൾ ബുദ്ധിക്കുക സ്വതന്ത്രന്റെ ഖബറിനെയാണ്. കാരണം അന്നുഹു സ്വതന്ത്രൻ, ലി ഷറഫി മൻസബിഹി, അദ്ദേഹത്തിന്റെ മൻസിബ് സ്ഥാനം നല്ല ഷറഫുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ യഹ്തരിസു അമ്മാല യഹ്തരിസു അൻകുർ റഖീഖു, അടിമ സൂക്ഷിക്കാത്ത ഏതെല്ലാം കാര്യമുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ ഈ സ്വാതന്ത്ര്യം സൂക്ഷിക്കും. ആ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോ അയാൾ ഹദീസിനല്ലേ ബുദ്ധിക്കുക. അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഗൗരവ മുദാഖിൽ ഇസ്ലാമി, ഇനി ഈ റിപ്പോർട്ടകൻ ഇസ്ലാം മതം സ്വീകരിച്ചത് പിന്നീട്ടായിരുന്നു. അപ്പൊ ഖബറുഹു മുഖദ്ദമുൻ അലാ ഖബരി മുതഖദ്ദിമിൽ ഇസ്ലാമി, ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ച് മുന്നിൽ വന്ന ആളുടെ ഖബറുണ്ടെങ്കിൽ അയാളെ ഖബറിനേക്കാൾ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന് റിപ്പോർട്ട് ചെയ്ത് അയാളെ ഖബറിനെ ബുദ്ധിക്കപ്പെടുക. എന്താ കാരണം? ഖബരിഹി, അദ്ദേഹത്തിന്റെ ഖബർ പിന്തുക എന്നുള്ള ലാഹിറല്ലേ. ആ നിലക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. വക്കീല, ഇവിടെ ഒരു അഭിപ്രായമുണ്ട്. മുതഖദ്ദിമുഹു, അല്ല, ഇസ്ലാമിന് മുന്നിൽ വന്ന ആളാണോ അയാളെ ബുദ്ധിക്കുക. അക്സമാ ഖബരഹു, ഇതിന്റെ മുമ്പ് പറഞ്ഞ നേരെ എതിരായിട്ട് ആ അക്സായിട്ട് പറയാം. എന്താ കാരണം? ലി അന്ന മുതഖദ്ദിമുൽ ഇസ്ലാമി, ഇസ്ലാം ബുദ്ധി വന്ന ആള് ലി അസാരത്തിഹി ഫീഹി, ആ ഇസ്ലാമിൽ എന്താണ് അയാൾ അടിസ്ഥാനമുള്ള ഒരാളല്ലേ. അതായത് കൊണ്ട് അശദ്ദു, അയാൾ ശക്തനാണല്ലോ തഹറു സൂക്ഷിക്കാൻ. മുതഅഖിരി, ഇസ്ലാം പിന്നീട് സ്വീകരിച്ച ആളെക്കാളൊക്കെ പിന്നി വന്ന ആളെക്കാൾ ഏറ്റവും മുന്തി വന്ന ആൾക്കല്ലേ സ്ഥാനം ഉണ്ടാവുക, സൂക്ഷിക്കലൊക്കെ ശക്തമായി വരിക. ആ നിലപാട് വെച്ച് നോക്കുമ്പോ ഇസ്ലാമിൽ ബുദ്ധി വന്നാൽ റിപ്പോർട്ട് ചെയ്ത അതിനെ ബുദ്ധിക്കപ്പെടും എന്നുള്ളതാണ്. ഇബ്നു ഹാജിബ് പറയുന്നത് ജസമിഹാദ, ഈ പറഞ്ഞത് കൊണ്ട് മൂപ്പര് ഉറപ്പിച്ചിട്ടുണ്ട്. ഫി തർജീഹി, തർജീഹാക്കുന്ന കാര്യത്ത് ബിഅസ്മി റാവി, റാവിയുടെ നിലപാടനുസരിച്ചാ. അപ്പൊ ബിമാ ഖബലഹു, ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഉറപ്പിച്ചു. ഫി തർജീഹി, തർജീഹാക്കുന്ന കാര്യത്തിൽ ബിഅസ്മിൽ ഖാരിജി, അവിടെ ഖാരിജ് എന്താണോ അത് വെച്ച് നോക്കിയിട്ടാണ്. ഈ രൂപത്തിലൊക്കെയാണ് ചർച്ചകൾ, തർജീഹാക്കുന്ന രൂപങ്ങള്.
മുലാഹിദലിൽ ജിഹത്തേരി രണ്ട് ഭാഗത്തേക്കും രണ്ട് ഭാഗത്തിന്റെയും സൂക്ഷിച്ച നിലപാടിലാണ് ഇബ്നാജു തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ലാ അന്നഹു തനാഖുലു ബി കലാമി കമാ ഖീല, അദ്ദേഹം സംസാരിച്ചതിൽ എന്തില്ല, തനാഖുലൊന്നുമില്ല. തനാഖുലുണ്ടെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, രണ്ടും രണ്ട് വഴിക്കാ പോയത്. അങ്ങനെ തനാഖുൽ ഇല്ലല്ലോ. ഓ കൗനുഹു മുതഹമ്മിലൻ ബഅദ തക്ലീഫി, പ്രായപൂർത്തിയെത്തിയതിനു ശേഷം വഹിക്കാൻ പറ്റുന്ന ആളായിരിക്കണം ഇയാൾ. കാരണം എന്താ, ലിഅന്നഹു ഈ തക്ലീഫുള്ള ആള് അൽബത്തു മുതഹമ്മിലി ഖബ്ല തക്ലീഫി, തക്ലീഫ് ആകുന്നതിന്റെ മുമ്പ് വഹിക്കുന്നതിനേക്കാൾ ഏറ്റവും അൽബത്തും ക്ലിപ്തമായ ആളും പ്രായപൂർത്തിക്ക് എത്തിയതിനു ശേഷം വഹിക്കാൻ പറ്റുന്ന ആളാവല്ലേ വേണ്ടത്. ഒരു തന്റെയൊക്കെ ആകല്ലേ, അങ്ങനെ അയാൾ ഉന്തിക്കപ്പെടും. വഗൈറ മുദല്ലിസിൻ, മുദല്ലിസ് ഒഴികെ മുദല്ലിസിനെ ഉന്തിക്കപ്പെടുന്നില്ല. ലിഅന്നൽ വസൂഖ ബിഹി, കാരണം മുദല്ലിസ് അല്ലാത്ത ആളെ കൊണ്ടുള്ള ഉറപ്പ് അഖവ, അതാണ് ഏറ്റവും ശക്തം, മിനൽ വസൂഖ് ബിൽ മുദല്ലിസി അൽ മഖ്ബൂലി, സനദ് സ്വീകരിക്കപ്പെടുന്ന രീതിയിലുള്ള മുദല്ലിസ് ഉണ്ട്. അത്തരം മുദല്ലിസിനെ കൊണ്ടുള്ള ഉറപ്പും പറ്റും. ആ ഉറപ്പിനേക്കാൾ ശക്തമായ ഉറപ്പ് ഗൈറു മുദല്ലിസാണ്. അതുകൊണ്ടാണ് ഗൈറു മുദല്ലിസ് ആവണം അതൊഴികെന്ന് പറഞ്ഞത്. അപ്പൊ മുദല്ലിസ് അല്ലാത്ത ആളായിരിക്കും വേണം. വഖദ് തഖദ്ദമ ബയാനു ബിൽ കിതാബി സാരി, രണ്ടാം കിതാബിൽ മുദല്ലിസിന്റെ വിവരണം കഴിഞ്ഞു പോയിട്ടുണ്ട്, അവിടെ പറയുന്നില്ല. വൈറദിസ്മൈനി, ഒരാളന്റെ റാവി, പക്ഷെ ആൾ രണ്ടുപേരുടെ ആളാൻ പാടില്ല, രണ്ടുപേരുടെ ആളാകാൻ പാടില്ല. രണ്ടുപേരുണ്ടായ അപകട കാരലി അന്ന സാഹിബഹുമ, ആ രണ്ടുപേരിന്റെ ഉടമ എത്തറക്കു ഇലയിൽ ഖലലു, അയാളിലേക്ക് പിഴവ് വന്നു മുട്ടും. അതെങ്ങനെ, ബിഐ യുസാനിക്കഹു, ഇയാളോട് കൂറായി വരിക, ലഈഫു ബി അഹദിഹിമ, രണ്ടു പേരിൽ ഒരു പേരിൽ എന്താ ദുർബലനായ ഒരാൾ ഇയാൾ കൂറായി വരും. ഇയാൾക്കാണ് രണ്ടു പേരുണ്ട് താനും, അതിൽ ഒരു പേരിൽ ലഈഫായ കൂറായി വന്നു. ഇങ്ങനെ വരുമ്പോ രണ്ടു പേരുടെ അടയാളാകുമ്പോ അവിടെ ഖലൽ വരും. അപ്പോ അയാൾ ഉന്തിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് രണ്ടുപേരില്ലാത്ത ആളാവണം എന്ന് പറഞ്ഞത്. ഓ മുബാശിറല്ലി മർവിഹി, അയാൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോട് കൂടിച്ചേർന്ന ആളായിരിക്കുകയും വേണം, അല്ലേ പറ്റുകയില്ല. കൂടിച്ചേർന്നിട്ടില്ലെങ്കിൽ സ്വീകരിക്കൂല. സാഹിബൽ വാഖിയത്തിൽ മർവിയത്തി, ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവത്തിന്റെ ഉടമയായിരിക്കുകയും വേണം അയാൾ. ഫൈന്റെ കൊല്ലം മിൻഹുമ, മുബാഷിർ വാഖിയത്ത് സാഹിബ്, ഇവ രണ്ടിലുള്ള എല്ലാരും അഅറഫു ബിൽ ഹാൽ മിൻ ഗൈരിഹി, ഇവരല്ലാത്ത ഒരാളെക്കാൾ അവസ്ഥ കൊണ്ടറിയുന്നവൻ മുബാഷിറുകളായ ആളും സാഹിബുൽ വാഖിയത്തും അല്ലേ. അതുകൊണ്ട് അത് വേണം നടന്നത്. അപ്പോ മുബാഷിറുള്ള ഉദാഹരണം മിസാലുൽ അവൽ, അതാണല്ലോ ആദ്യത്തെ. അതിന്റെ ഉദാഹരണം ഹദീസ് തുർമദിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആരെ തൊട്ട്? അബി റാഫി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. എന്താണ് ഹദീസ്? അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിശ്ചയ നബി തങ്ങൾ തസവ്വജ, നബി തങ്ങൾ വിവാഹം കഴിച്ചു മൈമൂന റളിയല്ലാഹു അൻഹായെ ഹലാലൻ, മുഹരിമല്ലാത്ത നിലയിൽ. വബനാബിഹ, മഹദിയുമായി നബി തങ്ങൾ വീട്ടിൽ കൂടി ഹലാലൻ, മുഹരിമല്ലാത്ത നിലയിൽ എന്നാണ് ഈ ഹദീസ്. ഇവിടെ കാല അബൂറാഫി എന്നവര് പറയാ, വകുന്തു, ഞാനായിരുന്നു, അർറസൂല ബൈനഹുമ, മൈമൂന റളിയല്ലാഹു അൻഹായുടെയും നബി തങ്ങൾക്കിടയിലും ദൂതൻ ഞാനായിരുന്നു. അപ്പൊ ആ സംഭവത്തിന് സാക്ഷിയാണ് മൂപ്പര് അതുമായി കൂടിച്ചേർന്ന ഒരാളാ. എന്നോടൊപ്പം തന്നെ മാ ഹദീസ് സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസവ്വജ മൈമൂനത, മൈമൂന റളിയല്ലാഹു അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തു. വഹുവ മുഹരിമുൻ, നബി തങ്ങൾ മുഹരിമാണ്, ഇഹ്റാം കെട്ടിയ ആളാണ്. ആ നിലപാടിലൂടെ മൈമൂന ബിവിയെ കല്യാണം കഴിച്ചു എന്നുള്ളത് ബുഖാരി മുസ്ലിമുകളുടെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് വന്ന് കാണുന്നുണ്ട്. ആ ഹദീസ് ഉള്ളതോടുകൂടെ തന്നെ അബൂ റാഫി തങ്ങൾ പറഞ്ഞ റിപ്പോർട്ടാണ് സ്വീകരിക്കുക. കാരണം നേരിട്ട് ബന്ധമുള്ള ആള് മൂപ്പരാണല്ലോ. ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് അങ്ങനെ ആ സംഭവം വിഭാഷണത്തില്ല. അതുകൊണ്ടാണ് വഫി റിവായത്തിൽ ബുഖാരി അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ബുഖാരി റിപ്പോർട്ടുണ്ട്. തസവ്വജ മൈമൂനത, മൈമൂന റളിയല്ലാഹു തആല അൻഹായെ നബി തങ്ങൾ കല്യാണം കഴിച്ചു. വഹുവ മുഹരിമുൻ, നബി തങ്ങൾ മുഹരിമായിരുന്നു. വബനാബിഹ വഹുവ ഹലാലുൻ, വീട്ടിൽ കൂടിയത് മുഹരിമല്ലാത്ത സമയത്തുമായിരുന്നു. വമാതത്ത്, മഹദി മരിച്ചു.
മരിച്ചത് എവിടെന്ന് ചോദിച്ചാല് മക്കയുടെ അടുത്തുള്ള പ്രദേശമാണല്ലോ സിറഫ്. ആ സിറഫിൽ വെച്ചിട്ടാണ് മഹദി മരിച്ചത്. സരിഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മരിച്ചത്. അപ്പൊ ഇവിടെ മുബാഷിറാണ് അബൂ റാഫി തങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആ ഹദീസ് മുന്തിക്കും. ഇനി രണ്ടാമത്തേത് സാഹിബുൽ വാഖിയത്ത് ഹദീസ് അബൂദാവൂദ് തങ്ങളുടെ ഹദീസ് തന്നെയാ. മൈമൂന റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് മഹദി പറയുന്നത് തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ എന്റെ എന്താണെന്നറിയോ കല്യാണം കഴിച്ചു. ഒരഹരു ഞങ്ങള് ഹലാലാനി, ഞങ്ങൾ രണ്ടുപേരും ഹലാലാണ്, മുഹരിമികളല്ല. സെരിഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചതാണ്. ഇവിടെ മൈമൂന റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ. മൈമൂന റളിയല്ലാഹു തആല അൻഹു ആ സംഭവത്തിന് സാക്ഷിയുമാണ്. അപ്പൊ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് ഇവിടെ സ്വീകരിക്കും. റവാഹു മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അൻ സയ്യിദ് ബിൻ അസബ് എന്ന് പറയുന്ന ആളെ തൊട്ട് മഹാൻ അൻഹ മൈമൂന റളിയല്ലാഹു തആല അൻഹയെ തൊട്ടാണ്. എന്താണത്? ആ റിപ്പോർട്ടിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസവ്വജഹ വഹുവ ഹലാൽ, നബി തങ്ങൾ മുഹരിം അല്ലാത്ത നിലപാടിലൂടെയാണ് മൈമൂന റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചത്. വേറെ ഹദീസ് ഇവിടെ ഉണ്ട്. മാ ഖബരി ഇബ്നു അബ്ബാസിൽ മദ്കൂർ, പറയപ്പെട്ടതായിരിക്കുന്ന ഈ ഹദീസ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഹദീസ് ഉണ്ട്. അതോടൊപ്പമാണ് ഈ പറയുന്നത്. വറവ അബൂ ദാവൂദ് അൻ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹുമാ, ഇവരെ തൊട്ടാണ് അബൂ ദാവൂദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഖാല സഈദ് ബിൻ മുസയ്യബ് എന്നവർ പറയാണ് വഹബ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഊഹിച്ചു. എന്തിന്? ഫി തസ്വീജ് മൈമൂന റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചതിൽ വഹുവ മുഹരിമുൻ, നബി തങ്ങൾ എന്താണ് മുഹരിമായ നിലയിലാണ് എന്ന് ഊഹിച്ചുപോയി. അപ്പൊ അവിടെ ദീർഘസാക്ഷിയല്ല, ആ സംഭവത്തിന് നേരിട്ട് ബന്ധമുള്ള മൈമൂന ബീവിയെ പറഞ്ഞത്. അപ്പൊ അതെടുക്കും. റാവിയം ബിൽ ലഫ്ളി, ഈ ലഫ്ള് കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം. സലാമത്തിൽ മർവി ബിൽ ലഫ്ളി, ലഫ്ള് കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് സലാമത്തുണ്ട്. എന്തിനെ തൊട്ട്? തതറുഖിൽ ഖലലി ബിൽ മർവി ബിൽ മഅന, മഅന കൊണ്ട് നിവേദനം ചെയ്യപ്പെടുന്നതിൽ ഖലൽ, ഇടർച്ച, പിഴവൊക്കെ സംഭവിക്കും. അങ്ങനെ വന്നു മുട്ടുന്നതിനെ തൊട്ട് കൂടുതൽ സലാമത്തുണ്ടാവുക ലഫ്ളോട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന. അപ്പൊ ലഫ്ളോട് റിപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് തർജിയാക്കപ്പെടും. ഖൗലുൽ ഖബരി, ഖബറായിരിക്കണം. ലം യുഗ്യിറുഹു റാവിൽ അസൽ, ഇയാൾക്ക് റിപ്പോർട്ട് ചെയ്തു കൊടുത്ത ഈ ഹദീസിന്റെ ഷെയ്ഖ്, ഇയാളെ ഷെയ്ഖ് എന്ത് ചെയ്യാൻ പാടില്ല? ഇത് ഇൻകാർ ചെയ്യാൻ പാടില്ല. അങ്ങനത്തതായിരിക്കണം ഖബർ. കദാഫിൽ മിൻഹാജ്, ഇങ്ങനെ മിൻഹാജിൽ കാണാം മഹസൂലുള്ളത് പോലെ തന്നെ. വഹുവ, ഈ പറയുന്നത് റാവിൽ അസ്ൽ എന്ന് പറയുന്നത് മിൻ ഇളാബത്തിൽ അഹസ്, അഹസ്സിലേക്ക് ആമിനെ ഇളാബത്തെപ്പെട്ട ബാബിൽപ്പെട്ടതായത്. റാവി ആമാണ്, അസ്ൽ ഖാസാണ്. അപ്പൊ അഹസ്സിലേക്ക് റിപ്പോർട്ട് ചെയ്തു, പിന്നെ ഇളാബത്ത് ചെയ്തു. മസ്ജിദ് ജാമി, മസ്ജിദ് ജാമാണ് ഏത് പള്ളിനെ കൊണ്ടും പറയാം ആമാണ് മസ്ജിദ്. അൽ ജാമി ജുമഅത്ത് പള്ളി. വഹിയ നാദിറത്തു, ആമിനെ അഹസ്സിലേക്ക് ഇളാബത്ത് ചെയ്യാന്നുള്ള പരിപാടി വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോ പല യതബാദറു ദിഹ്നു ഇലൈഹ, അതിലേക്ക് എന്താവുകയില്ല, പെട്ടെന്ന് മനസ്സുണരുകയും ഇല്ല. വലോ സാദ, മുസന്നിഫ് കൂടുതലാക്കിയിരുന്നുവെങ്കിൽ അൽ ഫി റാവി, റാവിയില് അറാവി എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഔ ഹദഫഹു, അല്ലെങ്കിൽ മുസന്നിഫ് റാവിനെ കളഞ്ഞിട്ട് ലം യുഗ്യിറുൽ അസ്ൽ എന്ന് മാത്രം പറഞ്ഞിരുന്നുവെങ്കിൽ കാന അസ്വബ, ഒന്നും കൂടി യഥാർത്ഥ മതമായിരുന്നു. അതെവിടെ കാണാൻ? കമാ ഖാലൂബി ശറഹുൽ മിൻഹാജിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വൽ മഅന, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അന്നൽ ഖബർ അല്ലദി ലം യുഗ്യിറുഹു റാവി അൽ അസ്ൽ ലിറാവിഹി, ഈ ഖബറിനെ റിപ്പോർട്ട് ചെയ്ത അസ്ൽ റാവി ഈ ഹദീസിന് എന്ത് ചെയ്യരുത്? ഇൻകാർ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഹദീസായിരിക്കണം. ബഹുവ, ഈ അസ്ൽ റാവി ആരായിരിക്കും? ഷെയ്ഖുഹു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിയുടെ ഷെയ്ഖാണ്. അയാളെ മുഖദ്ദമുൻ, മുദ്ദിക്കപ്പെടും ഈ മുങ്കറില്ലാത്ത ഹദീസിനെ. അലാമൻ അങ്കറഹു ഷെയ്ഖു റാവിഹി, ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടകന്റെ ഷെയ്ഖ് എന്തു ചെയ്തറിയാമോ? ആ ഹദീസിനെ നിഷേധിച്ചു. അതിനേക്കാൾ ബുദ്ധിക്കപ്പെടേണ്ടത് ഷെയ്ഖ് നിഷേധിക്കാത്ത ഹദീസിനെയാണ്. അയാൾ നിഷേധം എങ്ങനെയാ? വ്യാകാല, അയാൾ പറയാ
മാ റവൈതു ഈ ഹദീസ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുകാറായല്ലോ. കാരണം അവൽ ആദ്യത്തെ ആളിൽ നിന്ന് കിട്ടുന്നതായ ലൊന്ന് അഖവ അത് ഏറ്റവും ശക്തമാണല്ലോ രണ്ടാമത്തെ ആളേക്കാൾ. അതുകൊണ്ടാണ് ഹാസിന് പിന്നെ അസില് ഇൻകാർ ചെയ്യരുത് എന്ന് പറയാൻ കാരണം. ഇനി ഹദീസ് ആയിരിക്കണം, അതുകൊണ്ട് റാജിയാക്കും ബുഖാരി മുസ്ലിമിനുള്ളതായിരിക്കണം. ആദ്യ ബുഖാരി മുസ്ലിം സിയാസിത്തുണ്ടല്ലോ അവിടെ ഉണ്ടായിക്കോട്ടെ. ബുഖാരി മുസ്ലിമിലുള്ളത് അന്നുഹു അത് കാരണം അഖ്വ മിന സ്വഹീഹി സ്വഹീഹാവുക എന്ന വിഷയത്തിൽ ഏറ്റവും ശക്തം സ്വഹീഹയിലുള്ളതാ. ഫീ ഗൈരിഹിമ അത് രണ്ടും അല്ലാത്തതിൽ ഉള്ളതിനേക്കാൾ ശക്തം അതാണ്. അതാണല്ലോ ഖുർആൻ കഴിഞ്ഞാൽ ഇവര് ഏറ്റവും അംഗീകരിക്കുക ബുഖാരി മുസ്ലിമിന്റെ അല്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വൈകാന അലാ ഷർത്തിഹിമ അവ രണ്ടുപേരുടെ നിബന്ധന പ്രകാരം മറ്റു കിതാബുകളിൽ ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും സഹീഹയിലുള്ളതാണ് ഉദ്ധിക്കുക. തലത്തിൽ ഉമ്മത്തി ലഘുമാബിൽ ഖബൂലി സ്വീകാര്യത കൊണ്ട് ബുഖാരി മുസ്ലിമിനെ മുസ്ലിം സമൂഹം ഒന്നാകെ കണ്ടുമുട്ടിയതും സ്വീകരിച്ചു. അതുകൊണ്ടാണ് അതിന്റെ പേരിലാണ് അതിലുള്ളത് എടുക്കുക എന്ന് പറയുന്നത്. ഒരു കൗലു പിന്നെ കൗല് കൊണ്ട് കൗല് ഉദ്ധിക്കും, പിന്നെ ഫീലു പിന്നെ ഫീല് തക്കിറൂറ് പിന്നെ തക്കിരീറ്, ഇങ്ങനെയാണ് മുന്തിക്കപ്പെടുക. അപ്പോ യുഖദ്ദമു മുന്തിക്കപ്പെടും എന്ത് ഖബറുൻ നാഖിലി ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുദ്ധരിക്കുന്ന ആളെയാണ് മുന്തിക്കുക. അലൻ നാഖിലി ഫിഇലിഹി നബി തങ്ങളുടെ പ്രവൃത്തിയെ നക്കൽ ചെയ്യുന്ന ആളെക്കാൾ മുന്തിക്കുക ഖൗലിനെ നക്കൽ ചെയ്യുന്ന ആളെയാണ്. വൻ നാഖിലു ലിഫിഇലിഹി അലൻ നാഖിലി ലിതഖ്രീരിഹി നബി തങ്ങളുടെ അംഗീകാരമുള്ളതിനെ നക്കൽ ചെയ്യുന്ന ആളെക്കാൾ മുന്തിക്കുക നബിയുടെ പ്രവൃത്തിയെ നക്കൽ ചെയ്യുന്ന ആളെയാണ്. കാരണം അന്നൽ ഖൗല അഖ്വ ഫി ദലാലത്തി അല തശ്രീഇ മിനൽ ഫിഇലി ഫീലിനേക്കാൾ ഇസ്ലാമിക ചിഹ്നമാക്കുന്ന നിയമമാക്കുന്ന കാര്യത്തിൽ പേരിൽ അറിയിക്കലിൽ ഏറ്റവും ശക്തം ഖൗലാണ്. അതുകൊണ്ട് അതിനെ മുന്തിച്ചു. വഹുവ അഖ്വ മിനൽ തഖ്രീരി അതുപോലെ ശരീഅത്താക്കുന്ന കാര്യത്തിൽ അറിയിക്കുന്നതിന്റെ വിഷയം നോക്കുമ്പോൾ ശക്തം ഫീലാണ് തഖ്രീറിനേക്കാൾ. അതുകൊണ്ട് ഫീലിനെ മുന്തിക്കും. ഇങ്ങനെയാണ് തർജീഹിന്റെ രീതികൾ. കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നാളെ വിശദീകരിക്കാം. വിശദീകരിച്ചതിൽ നിന്ന് അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. അതിനുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല പുറത്തു തരട്ടെ. ഇതെല്ലാവരും ശ്രദ്ധിക്കണമെന്നും വീക്ഷിക്കണമെന്നും അറഫമ്പി അറഫ് മനസ്സിലാക്കി എവിടെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണർത്തിത്തരണമെന്നും എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഇങ്ങനെയല്ലേ എന്ന് തിരുത്തി തരികയും സംശയമുണ്ടെങ്കിൽ പരസ്പരം പങ്കുവെച്ച് തീർക്കുകയും ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഈ ഗ്രൂപ്പിലുള്ള പണ്ഡിതന്മാരോടും സഹപാഠികളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ദുആവസിയത്തോടുകൂടെ ഈ വോയിസ് നിങ്ങളിലേക്ക് ഞാൻ വിടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.